ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഒരു ചെറുപയർ കറിയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അപ്പത്തിൻ്റെ കൂടെ ചെറുപയറായിരുന്നു കോമ്പിനേഷൻ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇത് ശരിയാവോ, ടേസ്റ്റൊക്കെ കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത്. കാരണം ഞാൻ അപ്പത്തിൻ്റെ കൂടെ ഇതുവരെ ചെറുപയർ കറി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ റെസിപ്പി എടുത്തിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതൊരു പുട്ടിൻ്റെ കൂടെയാണ് കോംബോ ആയിട്ട് പെയർ ചെയ്തിട്ടുള്ളത്. പുട്ടിൻ്റെയും അതുപോലെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെറുപയർ കറി തയ്യാറാക്കാൻ ആദ്യം തന്നെ കുറച്ച് പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണേ. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ, സിമ്മിൽ തന്നെ വെച്ച് ഇത് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വരുവേ. അപ്പോൾ ഇതിൻ്റെ ഈ പൊടികളുടെ നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് ഒക്കെ മതിയാവും കേട്ടോ. അടുത്തതായി നമുക്ക് ചെറുപയർ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് 3/4 കപ്പ് ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ. സോക്ക് ചെയ്തെടുത്ത ചെറുപയറായിരിക്കും വേവിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം. ഞാനപ്പോൾ ആ ചെറുപയർ ഈ കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം 2 ചെറിയ സവോള ചെറുതായിട്ട് തന്നെ കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ 3-4 പച്ചമുളക് കൂടെ സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് പൊടികളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ, അതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ചെറുപയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതൊരു ചെറുപയർ കറിയായിട്ടല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ച് കുക്കറിൽ നമുക്കൊരു 2 വിസിൽ കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ പയർ വെന്ത് കിട്ടുവേ. നമ്മളപ്പോൾ ആ ചെറുപയർ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണേ. അതിനൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെരുകിയതും 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്കായ, ഇത്ര മാത്രം മതിയാവും കേട്ടോ. ഇതിൽ കൂടുതലായിട്ട് അളവിൽ എടുക്കരുത്, അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് മാറിപ്പോകെ. അപ്പോൾ അതിന്ന് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയുടെ ഒപ്പം ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെനൽ സീഡ് ഉണ്ടല്ലോ, അത് വലിയ ജീരകം കേട്ടോ, അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം കൂടി പോകണ്ട, ഈ ഒരു 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് അരച്ചു കൊടുക്കണേ. അപ്പോൾ നേരത്തെ തന്നെ അത് ചേർക്കാമായിരുന്നു, ആ സമയത്ത് ഞാനത് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ചെറുപയർ വെന്തോന്ന് നോക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ ചെറുപയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്തെടുത്ത ചെറുപയർ എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുമേ. 2 വിസിൽ കൊടുക്കുമ്പോഴേക്കും തന്നെ ഇത് ആയി വന്നിട്ടുണ്ട്. ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുത്തു, അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്നൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് കഴുകി ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നോർമൽ വാട്ടർ ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതുകൂടെ ചേർത്ത് ഇതിൻ്റെ തിക്നെസ് കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുക. കാരണം ഈ ചെറുപയർ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുമല്ലോ, എന്നിട്ട് തണുക്കുമ്പോൾ അതൊന്നും കൂടെ തിക്കായി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മളിതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസിൽ തന്നെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിളയ്ക്കുന്നത് വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫാക്കി കൊടുക്കുകയാണേ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കറിയിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു സോസ്പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വറ്റൽമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അതുകൂടി മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർക്കാം.
അപ്പം നമ്മളിത് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.